ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ 50% സബ്സിഡിയിൽ നൽകുന്ന സ്കൂൾ കിറ്റുകളുടെ പറവൂർ മേഖല ഉദ്ഘാടനം തട്ടാമ്പടി NSS ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നഴ്സറി മുതൽ +2 വരെ പഠിക്കുന്ന 2000 വിദ്യാർത്ഥികൾക്ക് 2000 രൂപയിലധികം വിലമതിക്കുന്ന സ്കൂൾ കിറ്റുകൾ 50% സബ്സിഡിയിൽ വിതരണം ചെയ്തു. പരിപാടിയുടെ പറവൂർ മേഖല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് എൻജിഒ കോൺഫെഡറേഷൻ. അപ്പോൾ അത്തരം സംഘടനകളെല്ലാം ചേർന്ന് ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് സഹായം നൽകുന്ന ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിന്റെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിയ ഒരു വാർഡ് മെമ്പറാണ് ലൈഫ്. ഇത് മനസ്സിലാക്കി അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കിയെന്നുള്ളതാണ്. വളരെ സ്വന്തം വാർഡിൽ 40-ലധികം പേർക്ക് ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് ലഭ്യമാക്കാനും വാർഡിൽ കുറേ പേർക്ക് പഠനോപകരണം ലഭ്യമാക്കാനും ഇരുചക്ര വാഹനം ലഭ്യമാക്കാനൊക്കെ പ്രയോജനപ്പെടുത്തിയ ഒന്നാണ് ലൈജു. അപ്പോൾ അതുകൊണ്ട് ലൈജു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത് തന്നെ. അപ്പോൾ ലൈജു സാധ്യത പ്രയോജനപ്പെടുത്തി മറ്റു വാർഡുകളിലുള്ള പ്രദേശത്തും നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റു പൊതുപ്രവർത്തകർക്കൊക്കെ ഇതിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി CG അധ്യക്ഷത വഹിച്ചു. 2000 മെഷീൻ കൊടുത്തത് ജനസേവാ സമിതി ട്രസ്റ്റാണ്. 10000 ലാപ്ടോപ്പ് കൊടുത്തപ്പോൾ അതിൽ 1000 ലാപ്ടോപ്പ് കൊടുത്തത് നമ്മളാണ്. 7000-8000 വണ്ടി കൊടുത്തപ്പോൾ അതിൽ 1500 വണ്ടി കൊടുത്തത് നമ്മളാണ്. അതുപോലെ തന്നെ സ്കൂൾ കിറ്റ് 2000 സ്കൂൾ കിറ്റാണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ജൈവ ഗ്രാമം, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. അതായത് കർഷകർക്ക് ആവശ്യമായ വളം, വിത്ത്, തൈകൾ, മേൽത്തരം തൈകൾ, കാർഷികോപാധികൾ ഇതെല്ലാം കൊടുക്കുന്ന പദ്ധതിയാണ് അടുത്തത്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ KV രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷഹന അക്രം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനസേവാ സമിതി ട്രസ്റ്റ് ഫെസിലിറ്റേറ്റർ LCPS സ്വാഗതവും കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KM ലൈജു നന്ദിയും പറഞ്ഞു. തയ്യൽ മെഷീൻ ഏകദേശം എത്രയാണ് ടീച്ചർ? 5000 തയ്യൽ മെഷീൻ കൊടുക്കണ്ടായി. പകുതി കാശിൽ പല വെറൈറ്റി തയ്യൽ മെഷീൻ കൊടുക്കണ്ടായി. തയ്യൽ മെഷീൻ കൊടുക്കണ്ടായി. ഇത് കഴിഞ്ഞപ്പോൾ വിശ്വാസം എനിക്ക് ട്രസ്റ്റായിട്ട് എനിക്ക് കൂടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കഴിഞ്ഞ് ലാപ്ടോപ്പ് കൊടുക്കണ്ടായി. 40,000 സംതിങ് രൂപയുടെ ലാപ്ടോപ്പ് 20,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനത് എൻ്റെ വാർഡിൽ ഞാൻ എന്ത് പറ്റുന്ന വിചാരിച്ചില്ല. എൻ്റെ വാർഡിൻ്റെ ഗ്രൂപ്പിലിട്ട് ഏകദേശം എൻ്റെ വാർഡിൽ മാത്രം 48 പേർക്കാണ് ലാപ്ടോപ്പ് കിട്ടിയിരുന്നത്. 40,000 രൂപയുടെ ലാപ്ടോപ്പ് 20,000 രൂപ. സാധാരണ കുട്ടികൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഈ ഇപ്പം